നമസ്കാരം. കേരയിൽ കിട്ടാത്ത റെയിലും കേരൈസ് കിട്ടാത്ത അരിയുമെന്നൊക്കെ കേവച്ച് ആരംഭിച്ച സംസ്ഥാന സർക്കാർ പദ്ധതികളൊക്കെ കിട്ടാത്തവയാണെന്ന ട്രോളുകളുടെ കൂട്ടത്തിലേക്ക് ഒരു പേര് കൂടി ചേർക്കുകയാണ് കെ ഫോൺ. പ്രതിദിനം 1000 കണക്ഷൻ ലക്ഷ്യമിട്ടെങ്കിലും 10 മാസത്തിനിടെ നൽകിയത് വെറും 4102 കണക്ഷൻ മാത്രമാണ്. ഡാക് കേബിൾ വാടകയും പ്രതീക്ഷിച്ചതിന്റെ പകുതി മാത്രമാണ് കിട്ടുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞ് ഇന്നേക്ക് 10 മാസം പിന്നിട്ടിട്ടും ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചതിന്റെ 1/3 സൗജന്യ കണക്ഷൻ പോലും നൽകാനാകാതെ കെ ഫോൺ കിതയ്ക്കുകയാണ്. വാണിജ്യ കണക്ഷൻ അടക്കം വരുമാന വർധനവിന് ഏർപ്പെടുത്തിയ സംവിധാനങ്ങൾക്കുമില്ല പ്രതീക്ഷിച്ച വേഗം. സംസ്ഥാനത്ത് 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ കണക്ഷൻ എന്നായിരുന്നു പ്രഖ്യാപനം. അത് പിന്നെ ആദ്യഘട്ടത്തിൽ 14,000 എണ്ണമെന്നായി. ഒരു മണ്ഡലത്തിൽ 100 പേർ എന്ന കണക്കിൽ 140 നിയോജക മണ്ഡലങ്ങളിൽ അത് കൊടുത്തു തീർക്കാൻ പോലും കഴിഞ്ഞ 10 മാസമായി കെ ഫോണിന് കഴിഞ്ഞിട്ടില്ല. കരാറെടുത്ത കേരള വിഷന്റെ വീഴ്ചയെന്ന് കെ ഫോണും കിട്ടിയ ലിസ്റ്റ് KYC ഒക്കുന്നത് പോലും ആയിരുന്നില്ലെന്ന് കേരള വിഷനും പറയുന്നു. ഉദ്ഘാടന ദിവസം 2105 കുടുംബങ്ങളിലേക്ക് സൗജന്യ കണക്ഷൻ കിട്ടിയെന്ന് അവകാശപ്പെട്ട കെ ഫോൺ ഇതുവരെ അധികം നൽകിയത് വെറും 3199 കണക്ഷൻ മാത്രമാണ്. 30,438 സർക്കാർ ഓഫീസുകളിൽ ഇപ്പോഴും 21,072 ഓഫീസുകളിൽ മാത്രമാണ് കെ ഫോൺ കണക്ഷൻ ഉള്ളത്. പദ്ധതി ചെലവും പരിപാലന തുകയും ഈ വർഷം മുതൽ കിഫ്ബി വായ്പ തിരിച്ചടവും അടക്കം ഭീമമായ തുക വേണം പിടിച്ചു നിൽക്കാൻ. താരിഫ് നിശ്ചയിച്ച് പ്രതിദിനം 1000 വാണിജ്യ കണക്ഷൻ നൽകി തുടങ്ങാൻ ലക്ഷ്യമിട്ടിരുന്നുവെങ്കിലും 10 മാസം കൊണ്ട് ഇതുവരെ ആകെ കൊടുത്തത് 4102 എണ്ണം മാത്രം. ഇന്റർനെറ്റ് ഉപഭോഗം കൂടുതലുള്ള 3000 വൻകിട സ്ഥാപനങ്ങൾ ഉദ്ദേശിച്ചതിൽ 36 എണ്ണം മാത്രമാണ് ഇപ്പോഴും കെ ഫോണിന്റെ ലിസ്റ്റിലുള്ളത്. 30,000 കിലോമീറ്ററിൽ സംസ്ഥാനത്ത് സജ്ജമാക്കിയ ഓപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് ശൃംഖലയിൽ 78,000 കിലോമീറ്റർ എങ്കിലും വാടകയ്ക്ക് നൽകാനാകുമെന്നായിരുന്നു കെ ഫോൺ പറഞ്ഞിരുന്നത്. കിലോമീറ്ററിന് ചുരുങ്ങിയത് 20,000 രൂപ വാടക കിട്ടുമെന്നും ശരാശരി 10,000 രൂപ നിരക്കിൽ 3,100 കിലോമീറ്റർ കേബിൾ മാത്രമേ ഇതുവരെ വാടകയ്ക്ക് നൽകാൻ ആയിട്ടുള്ളൂ എന്നതാണ് വസ്തുത. തൊട്ടതൊക്കെ പിഴച്ച കെ ഫോണിന് പിടിച്ചു നിൽക്കാൻ പോലുമാവാത്ത അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ കൊട്ടിഘോഷിച്ച് നടപ്പാക്കിയ പദ്ധതിയുടെ പോക്ക് ഇങ്ങനെയാണ്. ഇപ്പോൾ കണക്ഷൻ എടുത്തവർ കൂടി പിന്മാറാൻ നിർബന്ധിതരാകും എന്നതാണ് നില. അതോടെ സംഗതി കെട്ടിപ്പൂട്ടേണ്ടി വരും. കോടികളുടെ കടബാധ്യതയും പലിശയും സംസ്ഥാനത്തെ ജനങ്ങളുടെ ചുമലിലാവും എന്നതാണ് അതിന്റെ ആത്യന്തിക ഫലം.